എനിക്ക് ഉള്ളി ഒന്ന് പൊളിച്ചാ എനിക്ക് കറി താളിക്കണം. എന്തിനമ്മ കറിയൊക്കെ കിടന്ന് ലാളിക്കണത്? ലാളിച്ച കറി ഒന്ന് വായി വെച്ച് തിന്നാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. തമാശ പറയല്ലേ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണോ? താളിക്കുക, ലാളിക്കുകയല്ല. താത്ത താളിക്ക മനസ്സിന് മരുതവണ ഭാഷയിലൊക്കെ പറയണം. തിന്നോണ്ടിരിക്കാതെ ഉള്ളി ഉരിച്ചേരാൻ. അമ്മ തിന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആഹാരം കഴിക്കാന്ന് പറഞ്ഞാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരിച്ച പണിയാണ്. അല്ലേ അല്ലേ? ആണെന്തൊരു സംശയം. ഈ ലോകത്തിലെ കണ്ടമാന ആൾക്കാരൊക്കെ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജീവൻ നിലനിർത്താൻ നമുക്ക് എന്തുവാണ് വേണ്ടേ? ആഹാരം വേണം. അതല്ലേ ഞാനും ചെയ്യണുള്ളൂ. ഈ വായിലെ നാക്കില്ലായിരുന്നു ഇവിടെ പണ്ടേ ആൾക്കാർ അടിച്ചു കൊന്നേനെ. എന്തൊരു സാധനപ്പനെ. നിന്റെ മൂത്ത് ഒരുപാട് മൂക്കുരുല്ലോ. ഈയിടെയായിട്ട് ഒന്നേ ഈയിടയ്ക്കേട്ടാ ഉള്ള എണ്ണ പലഹാരം മൊത്തം കഴിച്ച കുരു വരാതിരിക്കുവോ? പരിപാടി. ചുമ്മാതല്ല, എണ്ണ പലഹാരം കഴിച്ചു കഴിഞ്ഞാലേ മൂക്കുരു വരും. എന്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ മൂക്കുരു വല്ലായിരുന്നു. അന്ന് ഇഷ്ടം പോലെ എണ്ണ പലഹാരം കഴിക്കുമായിരുന്നു ഞാൻ. ഇപ്പോഴും കഴിക്കും. ഇതുപോലെയാണ് ഞാനും. എങ്ങനെ മൂക്കുരു വരണമെന്ന് പറഞ്ഞ ആഹാരം ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റൂല. മണി ചായ. ചായക്കാരൻ വിളിക്കും. ഇടി ഇങ്ങേർക്ക് പണ്ട് ഈ ചായ കുടിക്കുന്ന ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ. ആ ശീലം അമ്മ ഉണ്ടാക്കി എടുത്തതാണ്. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കുമല്ലോ. അപ്പൊ അത് അച്ഛനും കൂടെ കൊടുത്ത് ശീലിപ്പിച്ച്. ഇപ്പൊ അമ്മ ആ ശീലം നിർത്തി. പക്ഷെ അച്ഛൻ അഡിക്റ്റായി. ചേട്ടന് ചായ എടുക്കട്ടാ? എനിക്ക് ചായ എടുക്കും. നല്ല കടുപ്പത്തിൽ മധുരം കൂട്ടിയൊരു ചായ. കൊള്ളാം. എല്ലാരും ഇങ്ങനെ തന്നെയല്ലേ? മണി, നീ ഇങ്ങോട്ട് അടുത്ത് വാ. മണി ഇങ്ങോട്ട് വാ. പിന്നെ നമുക്ക് അളി എപ്പോ വന്നു? എന്തോ? അല്ല, മണിക്കൂട്ട എപ്പോ വന്നു? മണിക്കൂട്ട എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ കാലമായി. അളിയാ എന്ന് പോണു? എന്ന് പോണെന്നോ? അതിപ്പോ തീരുമാനിച്ചിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകും. എന്താ? അല്ല, ഞാൻ മണിക്കുട്ടിയാണെന്ന് വിചാരിച്ചു. അല്ല, പുറമേ പരുക്കനാണെങ്കിലും അളിയന്റെ ഉള്ളിന്റെ ഉള്ളില് കാമുഹൃദയം ഒളിഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് പിടികിട്ടി. മോള് വന്നു. കുഞ്ഞ് രാവിലെ പ്രാക്ടീസിന് പോയതാ. മോളെ റിങ്ങി അളിയ, അവളെ എന്തോ വിവാഹസ്വപ്നം കൊണ്ട് പോവുക. വിവാഹസ്വപ്നോ? എന്തോ അളിയ പറയുന്നത്? നോക്കിയാളിയ. അതെ, വിളിച്ചിട്ടും കേട്ടില്ലല്ലോ. നമ്മള് വിളിച്ചിട്ട് അവളൊന്ന് തിരിഞ്ഞു. എന്നെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നോന്നോ? വിളിച്ചില്ലായിരുന്നല്ലേ? എനിക്ക് തോന്നിയതായിരിക്കും. അല്ല, ഞാൻ എന്തിനാ ഇങ്ങോട്ട് പോയത്? ഞങ്ങൾ വിളിച്ചൊന്നും കേട്ടില്ല. അവൾ അങ്ങ് പോവാണ്. പെണ്ണീ ലോകത്തൊന്നും അല്ലടിയാ. അളി എന്തോ നീ പറയണേ? ഈ പ്രായത്തിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ ദിവാസ്വപ്നം കൊണ്ട് നടക്കുന്ന അത്ര ശരിയായ കാര്യമില്ലടിയാ. എന്ന് വെച്ചാ അവള് വല്ല ഏടാകൂടത്തിൽ ചെന്ന് ചാടി കാണുമെന്ന്. എന്തോന്നല്ലേ ഏടാകൂടോ? മുഴുവൻ അവള് വല്ല പ്രേമത്തിൽ ചെന്ന് ചാടി കാണുമെന്ന്. പ്രേമോ? അളിയാ, അനാവശ്യം പറയല്. അവരങ്ങനത്തെ കുട്ടികളൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല അവരെ വളർത്തണം. വളർത്തുകൂടോ പറഞ്ഞോണ്ട് നടന്നു. അതെ, ഈ പ്രായത്തുള്ള പെൺപിള്ളേരുടെ മനസ്സെന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ. ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടോ മറിഞ്ഞു കഴിഞ്ഞാൽ വീണ്. എന്തോ പറയുന്നേ? രാംകുമാർ സാറ് വിളിച്ചു വന്നു. ഇതൊക്കെ നിറയെ പൊടിയാണ്, തൂത്ത് കളയത്തില്ല. അച്ഛാ, എന്താ ഇവിടെ നിൽക്കുന്നത്?
അവള് കാണിക്കുന്ന കണ്ട അവൾ എന്തോന്നും കാണിക്കണം, അവള് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഇവളിപ്പൊ കണ്ണാടി നോക്കേണ്ട കാര്യം എന്തോന്ന്? അതിന് കണ്ണാടി നോക്കാൻ സമയം കാലമൊക്കെ ഉണ്ടാ? സമയം കാലം ഉണ്ട് മണി. ഓ ഇത് മറ്റേത് തന്നെ. ഏത് ഇടി പ്രേമം? പ്രേമോ? ഇവക്ക അവക്ക് പ്രേമമാണ് നിങ്ങളോട് ആര് പറഞ്ഞു? അളി മണിക്കൂട്ടൻ പറഞ്ഞു. തന്നെയല്ല, ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്. എന്താ പറയുമോ, ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ പതിവി കൂടുതൽ നേരം കണ്ണാടി നോക്കുക, ഒരുങ്ങുക, അങ്ങനെ രസിക്കുക, ഇതൊക്കെ അതിന്റെ ലക്ഷണമാണ് മണി. എന്റെ കൊച്ചു കൈവിട്ടു പോയി. ഒറ്റ വെച്ച് നാട്ടുകാരെ അറിയിക്കും. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇത് നമ്മളെ ഇരി ചെവി അറിയാതെ ഇത് മുളയിൽ നുള്ളിക്കളയണം. അച്ഛാ, പ്രേമിക്കുന്നൊക്കെ ഒരു തെറ്റാണോ അച്ഛാ? പ്രേമിക്കണ തെറ്റൊന്നുമല്ല. എന്ന് വെച്ച് നീയൊക്കെ വല്ലവനും പ്രേമിച്ചോളാം, ഞാൻ കൊന്നളയും. അല്ല, ഇവളുമാരൊക്കെ ആര് പ്രേമിക്കാനെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇവളുമാരെ ആർക്കും പ്രേമം തോന്നില്ലായിരിക്കും, പക്ഷെ ഇവർക്ക് അങ്ങോട്ട് തോന്നിക്കൂടെ? അച്ഛാ, ആ കാര്യത്തിൽ അച്ഛനെ എന്നെ വിശ്വസിക്കാം. ഈ പ്രേമം പോലത്തെ ചീപ്പ് പരിപാടിക്കൊന്നും എന്നെ കിട്ടൂല. നിന്റെ കാര്യം ഇവിടെ ആര് പറഞ്ഞു? എന്തോ ചേട്ടാ, ഇല്ല, അവളുടെ ഒരുക്കം കണ്ടോ? എനിക്കിത് കാണുമ്പോ കരി വരുന്നുണ്ടേ. രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ചോര് കണ്ടണ്ട. അങ്ങനെ നമ്മളിത് ബുദ്ധിപൂർവ്വം നീങ്ങി കൈകാര്യം ചെയ്ത് കൊണ്ടതാണ്. എന്റെ അറിവിൽ ചേച്ചിക്ക് ഇതുവരെ പ്രേമവും കാര്യങ്ങളൊന്നും ഇല്ല. അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ? അത് നൈസായിട്ട് പോയി അവിടുത്തെ കാര്യം ചോദിക്കും. നല്ലതങ്ങനെ. മക്കളെ, നീ ചോദിക്കുമ്പോൾ അവൾ എന്ത് പറഞ്ഞാലും അതുപോലെ ഞങ്ങളുടെ അടുത്തൊന്ന് പറയണടാ. അതുപോലെ തന്നെ ഞാൻ പറയും. ചെല്ലു, നിങ്ങൾ പൊക്ക പൊക്ക നീ ചോദിക്കും. പോ അങ്ങോട്ട്. ചോരടി. മണി വാ, അവള് പോ, നീ പോ. ചേച്ചി എന്ത് എന്തടി? അല്ല, എന്താ ഒരു കുറെ നേരമായില്ല കണ്ണാടി മുമ്പില്? അതിന് നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ആ, ഇപ്പൊ വന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിതൊക്കെ ഊഹിക്കാലോ. അങ്ങനെ ഇപ്പൊ നീ ഊഹിക്കണ്ട. എന്ത് പറ്റാ നിനക്ക്? എന്ത് കൊള്ളാം. കൊള്ളാം കൊള്ളാം. കള്ളല്ലേ? എന്തൊരു ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഉണ്ടല്ലേ? ഇത് എന്റെ കമ്മലല്ലേ? ഓ, എങ്ങനെയുണ്ട്? ഇതല്ലേ നീ പറഞ്ഞത് കുടമാറ്റം പോലെ ഇരിക്കണെന്ന്? അത് നീ ഇട്ട, ഞാൻ ഇട്ട സുന്ദരിയല്ലേ ഞാൻ? ചെയ്യാനില്ലേ? ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നെയിൽ പോളിഷ് ഉണ്ടടി? നെയ് പോളിഷ് ഉണ്ട്, പക്ഷെ നീ നെയ് പോളിഷ് ഇടൂലായിരുന്നല്ലോ. അത് എനിക്കിപ്പോ ഇടാൻ തോന്നി. ആ, ഈ കളർ കൊള്ളാലോ. ഈ കളർ ഞാൻ പുതിയ മേടിച്ച്. എനിക്ക് ഇടണം. പക്ഷെ നീ നെയ് പോളിഷ് ഇടൂലായിരുന്നു. ചേഞ്ച് ഒക്കെ വേണമല്ലോ. ഒരു കാര്യം ചോദിക്കട്ടാ, ഒന്നും തോന്നല്ലേ? എന്തൊരു ഇളക്കം? ഇളക്കോ? എനിക്ക് ഇളക്കൊന്നുമില്ലല്ലോ. അല്ല, നമ്മൾ ഈ പ്രേമത്തിലൊക്കെ ചെന്ന് ചാടുമ്പോ നമുക്ക് ചെറുതായിട്ടൊരു ഇളക്കം വരുമല്ലോ. അങ്ങനെ ഒരു ഇളക്കം. സംശയമുള്ളൂ. നിനക്ക് അങ്ങനെ തോന്നിയോ? തോന്നി. എന്നാ നീ അങ്ങനെ വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചോ? തന്നെ സത്യം? ഉറപ്പാ? പോടി. ഞാനാണ് സത്യം. നീ ചുമ്മാ പോടി അവിടെ. ശരി ശരിട്ടാ. കൊള്ളാല്ലേ? മക്കളെ, അവളങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞാ? പറഞ്ഞച്ചാ. ഇതൊക്കെ ഇങ്ങനെ വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. വളർത്തു ദോഷം.
മക്കളെ ഇങ്ങനെയല്ല വളർത്തേണ്ടതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെ തലേ കയറ്റി വെച്ചല്ലേ വളർത്തല്. എന്താ ചോദിച്ചാലും സാധിച്ചു കൊടുക്കല് അങ്ങ് അഴിച്ച് വിട്ടേക്കാണ്. അനുഭവിച്ചോ? അല്ല സാധാരണ ഇങ്ങനത്തെ ഒക്കെ വിഷയം ഉണ്ടായില്ലേ നമ്മൾ അമ്മമാരെയല്ലേ കുറ്റപ്പെടുത്തൂ. സാധാരണ അങ്ങനെയാണ്, ഞാൻ സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. മോള് പറഞ്ഞത് അങ്ങനെ സാധാരണ വീട്ടിലെ കാര്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ തലയെ കൊണ്ടുവയ്ക്കും. ഒരുപാട് ചുമ്മാ ചൊറിയ വന്നിട്ടുണ്ടെങ്കിലോ? എന്റെ അളിയാ ചുമ്മാതെ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ വാശക്കേടാകണ്ട. ഇതെങ്ങനെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കാം. എന്തോന്ന് ചെയ്യാൻ പറ്റും ചേട്ടാ? ഇടി അവളെ ഇങ്ങോട്ട് വിളിച്ചിറക്കി ചോദിക്ക്. പറഞ്ഞില്ലെങ്കിൽ കർണക്കുറ്റി നോക്കി 2 അടിയടി. വേണ്ട അളിയ അതൊന്നും വേണ്ട. നമുക്കേ ഇത് ബുദ്ധിപൂർവ്വം നീങ്ങണം. നയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവളെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം തന്നെ. ഇല്ലെങ്കിൽ പിന്നെ അവസാനം നമുക്ക് കുടുംബത്തിന് മൊത്തം മാനക്കേടാവും. അല്ലെങ്കിൽ സാ മട്ടാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നീങ്ങണം. ബുദ്ധിപൂർവ്വം നീങ്ങാളിയാ. ഇടി അതേ അവൻ ആരാന്നല്ലോ നിന്നോട് പറഞ്ഞോ? അത് പറഞ്ഞില്ല. പക്ഷെ ചേട്ടാ സൂപ്പർ ആയിരിക്കും. ചേട്ടനോ? ഏത് ചേട്ടൻ? അല്ല ചേച്ചിയുടെ ഭർത്താവിനെ നമ്മൾ ചേട്ടാന്നല്ലേ വിളിക്കണേ. ഇനി മാമൂടിയില്ലേ കൊണ്ടല്ലോ നിനക്കായിരിക്കും ഇഴി കിട്ടാൻ പോകുന്നത്. രവിയുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവളെങ്ങനെ ഏതെങ്കിലും ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പോയി വല്ലവനെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയോ, ഞാൻ ഈ ഉത്തരത്തിൽ കെട്ടിച്ചോക്കി ചാവും. അയ്യോ അത് പറ്റൂല. ഇവിടെ ഉത്തരമില്ല, ഫാനേ ഉള്ളൂ ഇവിടെ. മണി നീ വിഷമിക്കാതെ, നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം. മണി വിഷമിക്കാതെ അളിയാ, നമുക്ക് ആലോചിച്ച് ഇത് ബുദ്ധിപൂർവ്വം നീങ്ങണം അളിയാ. അല്ല അളിയൻ പറഞ്ഞത് ശരിയാ. നമ്മൾ എടുത്തിയാടിയിട്ട് ഒരു കാര്യമില്ല. സ്നേഹമായിട്ട് നമുക്ക് അവളോട് ചോദിച്ചേ അവൻ ആരാ എന്തുവാന്നൊക്കെ നമുക്ക് അറിയട്ടെ. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അത് അല്ലെങ്കിൽ അല്ലേ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലം പോലൊന്നും അല്ല. അതായത് പെണ്ണുങ്ങൾ തന്നെ പ്രേമം നിറച്ചാലേ ആമ്പിള്ളേർ ഒന്നി കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, ചിലപ്പോ തോക്ക് വാങ്ങിച്ചോണ്ട് ഒന്ന് വെടിവെച്ച് വരെ കൊല്ലും. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമല്ലേ? പിന്നെ അല്ല നമ്മുടെ കൊച്ചി ഇന്നൊന്നും പുറകെ നടന്നില്ലെങ്കിൽ പോലും ഒരുത്തൻ എങ്ങനെ തോന്നിയാലോ അവക്കൊന്നും ഉണ്ടാവൂലല്ലേ? ആര് പറഞ്ഞൊന്നും ഇല്ലാന്ന്? ഉണ്ട്, ഉറപ്പാണ് ഉണ്ട്. അല്ല ഉണ്ടെങ്കിലേ മാമനാന്ന് പറഞ്ഞ് ഞാനെങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കൂടി. എന്റെ കൊച്ചിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അളിയ വിഷമിക്കണ്ട, നമുക്ക് സോൾവ് ചെയ്യാം. എന്തായാലും പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം ഉണ്ടാക്കാം അളിയ, ധൈര്യമായിട്ട് ഉണ്ടാക്കാമോ? ഇല്ലടാ, എനിക്ക് മനസ്സിലായി. ഞാൻ കൊറേ ആലോചിച്ചപ്പോഴാണ് നീ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. നാളെ അല്ലേ? ഞാൻ എത്തിയേക്കാം. 10 മണിക്കല്ലേ രജിസ്ട്രേഷൻ? കഴിഞ്ഞാൽ ഉടനെ ട്രീറ്റ്. രജിസ്ട്രേഷൻ വരെ മണി തല ചുറ്റിന് മണി. വെള്ളം എടുത്തോണ്ട് വഴിക്ക് നിന്റെ അച്ഛന്റെ ശവശരീരം കൂടെ എടുത്തോണ്ട് പോടി. അയ്യോ ഇത്ര പെട്ടെന്ന് ഉണന്നാ? ഞാൻ എന്തിനു വെള്ളം കൊണ്ടുവന്നേ? വെള്ളം എന്റെ തലയിൽ ഒഴിയടി വെള്ളം. അതെ താണ്ട മോള് ഒളിച്ചോടാൻ തീരുമാനിച്ചവിടെ നിൽക്കുക. അതിനിടെ നിങ്ങൾ ഇടന്ന് ചുമ്മാ വഴക്കുണ്ടാക്കുന്നത്. ഇല്ല അളിയാ, ഈ രജിസ്റ്റർ മാരേജ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ റൂമിനകത്ത് പൂട്ടിയിടാം. അതുകൊണ്ട് പ്രയോജനമില്ല പെങ്ങളെ. അവള് പൂട്ട് പൊളിച്ച് പുറത്ത് ചാടും. കാരണം ഏനവാതാ. അയ്യോ നീ ഇപ്പൊ എന്തോ ചെയ്യും? അതെ ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പോ ഒരു ഐഡിയ എനിക്ക് കിട്ടണുള്ളൂ. നമുക്ക് സെന്റിമെന്റ്സ് കയറി പിടിക്കാം. എന്ന് വെച്ചാ ചേച്ചി ഒളിച്ചോടി പോയി കഴിഞ്ഞാ അമ്മ വിഷം കഴിക്കൂന്നല്ല, ഞാൻ തമാശക്ക് പറയാം. അച്ഛൻ തൂങ്ങിച്ചാവും. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു നോക്കാം. ചിലപ്പോ എങ്ങനെ ഉള്ള മനസ്സ് മാറും. അല്ലേ? പക്ഷേ അളിയാ, എനിക്ക് അതിനും അവനെ ഒന്ന് കാണണം. ഞാൻ ചോദിക്കും, എന്റെ മോളെ എന്തിനാ വല വീശി പിടിച്ചത്? എനിക്ക് കാണണം അവനെ. വല വീശി പിടിക്കുന്നത് എന്തോന്ന് മീനാ? ഉണ്ടായിരുന്നോ സംസാരിക്കല്ലേ ആവശ്യമില്ല സമയത്ത്? കേട്ടാ ഒരു കാര്യം ചെയ്തല്ല, ഇതേ അവള് നാളെ എണിച്ചു പോവല്ലോ രജിസ്റ്റർ മാരേജ്. നമുക്ക് കൂടെ പോവാം. എന്തായാലും അവള് പ്രേമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തടയാൻ പറ്റില്ല, ആർക്കും തടയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും അവള് കല്യാണം കഴിക്കണം. പക്ഷെ നമുക്ക് കാണെങ്കിലും ചെയ്യല്ല. എന്തോ മണി പറയുന്നത്? അല്ല അളിയാ, മണി പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞാലേ അവൾക്ക് വാശി കൂടും.
പിന്നെ അവൾ അവൻ്റെ കൂടെ ഇറങ്ങി പോവാളിയാ. എന്നാ പിന്നെ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തി കൊടുത്താലോ? അളിയാ അല്ല, നമ്മള് സമ്മതിക്കില്ലെന്ന് വിചാരിച്ചല്ലയോ അവള് ഒളിച്ചോടാൻ തീരുമാനിച്ചേക്കുന്നത്? മണി, എന്താ പറയുന്നത്? അളിയാ മണി വാ, നമുക്കൊന്ന് ആലോചിക്കണം. ഈ പ്രേമമൊക്കെ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞാ ഇപ്പൊ ഇതാണ് ക്ലൈമാക്സ്. അയ്യേ, എന്തൊരു ഫാമിലി ഇത്! ഇവിടെ തന്നെ വന്ന് ജനിച്ചല്ല ഞാൻ. ശ്ശെ. ചേച്ചിയെ കാണാനില്ലല്ലോ. കല്യാണമല്ലേ മോളെ, ഒരുങ്ങായിരിക്കും. നമുക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നി നമ്മളോട്? കരയാതെ മണി, നമ്മുടെ മോളുടെ കല്യാണം ഇങ്ങനെ കാണാനായിരിക്കും നമുക്ക് വിധി. അളിയാ, ഇത്രയും ഗതികെട്ട ഒരു അച്ഛനും അമ്മയായിപ്പോയില്ല ഞാനും മണി. കരയാതള്ളിയാ. ചേച്ചിയുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് ഒരുപാട് ലാച്ചകൾ നോക്കി വെച്ചൊക്കെയായിരുന്നു ഞാൻ. അതൊക്കെ ഇപ്പൊ ആരെ കല്യാണത്തിന് ഇടും മാമ? അളിയാ, കണ്ണു തുടയ്ക്കാൻ. എന്താ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന? ഓ, ഇന്ന് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എന്റെ മോളിപ്പോ നല്ല സുന്ദരിയായിരിക്കുന്നു. നീ സാരി എടുക്കാത്തത്? സാരിയോ? എന്തിന്? ഇത് എന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ സാരിയൊക്കെ കൊടുക്കാൻ ഭയങ്കര മെനക്കേണം. അനുഗ്രഹിക്കളിയാ. ദീർഘസുമംഗലിയോ. എന്ത് പറ്റി എല്ലാവർക്കും ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ലേ? എന്നാ ഞാൻ പോയിട്ട് വരാം. ഇതെന്ത് ഷോ? ഓ, നിനക്കിപ്പോ ഇതൊക്കെ ഷോ ആണല്ലേ? എന്തുവാടി നീ പറയണേ? മോളെ പൊന്നുപോലെ നോക്കി വളർത്തിയ അച്ഛനെയും അമ്മയും മാമനെയൊക്കെ വിട്ടിട്ട് മോള് പോവാണല്ലേ? ആവശ്യം വന്നാ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. ഓ, എന്നാടി നിനക്ക് സ്വന്തം ആവശ്യങ്ങളൊക്കെ വന്നേ? വളർത്തി വലുതാക്കി ഞങ്ങളെ വിട്ടിട്ട് എവിടുന്നോ കണ്ട് ചിരിച്ചു കാണിച്ചൊരു ചെറുക്കനോട് നിനക്ക് പോകാൻ തോന്നണല്ലോ. എവിടുന്നാ കണ്ട് എന്തോന്നൊക്കെ പറയണേ നിങ്ങള്? ഏവന്റെ കൂടെ? അല്ല മോളെ, മാമൻ ഇതുവരെ നിന്നോടൊരു മാമനെ പോലെയാണോ പെരുമാറിയിട്ടുള്ളത്? ഒരു കൂട്ടുകാരനെ പോലെയല്ലേ? എന്നോടെങ്കിലും ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു. എന്ത് വാക്ക് പറയായിരുന്നു മാമ? നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചാ? പരസ്പര ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? മോളെ, ഞങ്ങളെ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചല്ലേ നീ ഇപ്പം പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോണത്? രജിസ്റ്റർ മാരേജാ? ഞങ്ങളെല്ലാം അറിഞ്ഞു മോളെ. ഒരു കാര്യം ചെയ്, മക്കള് ചെന്ന് അയാളോട് കൊണ്ട് വരാൻ പറ. അവൻ ആരായിരുന്നാലും ഞങ്ങൾ നടത്തി തരാം. അയ്യേ, അമ്മ, മാമ, ഈ അച്ഛൻ എന്തൊക്കെ വിളിച്ചു പറയുന്നേ? നിനക്ക് മനസ്സിലായില്ലേ? അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ. ഞാൻ ഏവനെ വിളിച്ചോണ്ട് വരണോന്ന്? ചേച്ചി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോണ ചേട്ടനില്ലേ, ആ ചേട്ടനെ ഇങ്ങ് വിളിച്ചോണ്ട് വരാൻ. എടി പെണ്ണെ, അനാവശ്യം പറഞ്ഞല്ലേ? കഴുത്തിന് കുത്തി ഞാൻ പുറത്താക്കും നിന്നെ. ഓ, നിനക്ക് അനാവശ്യം കാണിക്കാം. നമ്മൾ പറഞ്ഞതായി കുറ്റം. ഞാൻ എന്ത് അനാവശ്യം കാണിച്ചു നിങ്ങൾ പറയുന്നേ? ഞാൻ ആരോട് ഒളിച്ചോടി പോകുന്നുമില്ല, ആരുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുമില്ല. അച്ഛാ, മാമ, ഞാൻ അങ്ങനെ നിങ്ങളുടെ ഇറങ്ങിയപ്പോൾ അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ നീ എങ്ങോട്ട് പോണ്? ഇന്ന് എന്റെ ഫ്രണ്ട് പുതിയ വണ്ടി എടുത്തു, അതിന്റെ രജിസ്ട്രേഷൻ ആണ്. അതിന്റെ രജിസ്ട്രേഷനാണ് ഇന്ന്. അതിന് നീ ഇത്ര വേഷം കെട്ടി പോണെന്തിന്? അതമ്മ, എന്റെ കൂട്ടുകാരെല്ലാരും കൂടി എന്നെ കളിയാക്കി. ഞാൻ ആണുങ്ങളെ പോലെയാണ് നടക്കുന്നതെന്ന്. അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടി ഇന്നൊന്ന് നന്നായിട്ട് ഒരുങ്ങിയതാണ്. അതായിരുന്നാ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച്. ധരിപ്പിച്ചെന്ന് പറ. നിനക്കുള്ള ഞാൻ ബാക്കി പിന്നെ തരാം. ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ദേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്റെ കൊച്ചു പ്രേമത്തിലൊന്നും പോയി ചാടൂല. അപ്പോഴാണ് ഇങ്ങനെ ഒടുക്കത്തെ സംശയം. എന്തോന്നളിയായി ഇത്?
ഒരു പെങ്കൊച്ച് ഒരുങ്ങി വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ രജിസ്റ്റർ മാരേജിന് പോവാണ്, ഒളിച്ചോടാൻ പോവാൻ. അയ്യയ്യയ്യയ്യ, ഇനിയെങ്കിലും നിർത്തിക്കൂട്ടാളിയാ. എന്താ അച്ഛാ ഇത് വളരെ മോശമാണ് കേട്ടോ. ഇപ്പൊ ഞാനല്ല. ഇപ്പൊ പറയും ഞാനാന്ന്. അളിയാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനി മേലെ ഈ പെങ്കൊച്ചുങ്ങളെ ഇതും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാല് എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. കഷ്ടം അച്ഛാ, ഞാൻ പോണു. മോളെ അത് നിങ്ങളെ ചായ ഉണ്ടെങ്കിലേ ഒന്ന് എടുത്തു വെക്ക്. ഇനിയിപ്പോ ഇവിടെ നിന്നാലേ ശരിയാകത്തില്ല. ചേട്ടൻ വാ, ഞാൻ ചായ ഇട്ട് തരാം.